കുടത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. സത്യം പറഞ്ഞാൽ അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കുടത്താൽ കൊല്ലത്ത് മാത്രമല്ല, കൽക്കട്ടയിലും കിട്ടും. ഇപ്പോഴത്തെ പുതിയ ഭാഷയിലാണെങ്കിൽ കൊൽക്കത്തയിലും കിട്ടും എന്നാണ് അനുഭവസാക്ഷ്യം. ഈ കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനുമൊക്കെ പണ്ട് തന്നെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ത്രിപുരയിൽ ഇതുപോലെയുള്ള ചില ദൃശ്യങ്ങൾ കണ്ടത് ഓർത്തു. ആദ്യം ത്രിപുരയിൽ കണ്ട കാര്യം പറയാം. ത്രിപുരയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വോട്ട് ചോദിച്ച് ചെല്ലുന്ന BJP സ്ഥാനാർത്ഥിയെ, BJPയുടെ നേതാക്കന്മാരെയൊക്കെ അവിടുത്തെ CPMകാരായ ധീര സഖാക്കൾ അടിച്ചു ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിതുപോലെ യൂട്യൂബിൽ കണ്ടു. അത് പലരും മൊബൈൽ ഫോൺ വഴിക്ക് കൈമാറുകയും ചെയ്തു. ത്രിപുരയിൽ പ്രചരണത്തിന് ചെന്ന BJP നേതാക്കൾക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സൽക്കാരം കാണുക എന്ന് പറഞ്ഞു. പക്ഷേ അധികം വൈകാതെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടുത്തെ CPM നേതാക്കൾക്ക് ഇതേ രീതിയിലുള്ള സ്വീകരണം BJPക്കാരുടെ നിന്ന്, നല്ലവരായ നാട്ടുകാരുടെ നിന്നും കിട്ടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ലെനിൻ്റെയും മാർക്സിൻ്റെയൊക്കെ പ്രതിമകൾ തകർക്കുന്നു, CPMൻ്റെ ഓഫീസുകൾ തകർക്കുന്നു, CPMകാരെ കാണുന്നിടത്ത് വച്ച് ജനം ആക്രമിക്കുന്നു, അങ്ങനെ ചെരുപ്പുമാല അണിയിക്കുന്നു. പല പല ദൃശ്യങ്ങളും കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ നമുക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ആദ്യം BJPക്കാരെ അടിച്ചു ഓടിച്ചു എന്നതിൽ ഊറ്റം കൊണ്ടിരുന്ന ആളുകൾ, ധീര സഖാക്കളൊക്കെ തേങ്ങലടിച്ച് കരയാനും BJPക്കാരുടെ ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് ആക്ഷേപം പറയാൻ തുടങ്ങി. ഇത് തന്നെയായിരുന്നു പണ്ട് കൽക്കട്ടയിലുണ്ടായിരുന്ന കാര്യം. അവിടെ സാക്ഷാൽ കുമാരി മമതാ ബാനർജിയെ വരെ CPMകാർ ഓടിച്ചിട്ടടിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. കുറച്ച് പുറകിലേക്ക് പോകണമെന്ന് മാത്രം. തൃണമൂൽ കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ട് തല്ലിയ വീരപാരമ്പര്യം പശ്ചിമ ബംഗാളിലെ നല്ലവരായ അല്ലെങ്കിൽ സാഹസികരായ CPMകാർക്കുണ്ടായിരുന്നു. അധികം വൈകാതെ അവിടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും CPMകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാച്ചു. CPMകാരെ എവിടെ വെച്ച് കണ്ടാലും തൃണമൂൽ കോൺഗ്രസ്സുകാർ തല്ലും. തൃണമൂൽ കോൺഗ്രസ്സുകാർ തല്ലുകയും CPMകാർ കൊള്ളുകയും ചെയ്യുന്ന മനോഹര മനോജ്ഞ പശ്ചിമ ബംഗാൾ നിലവിൽ വന്നു. അങ്ങനെയാണ് പശ്ചിമ ബംഗാൾ CPM ഇല്ലാതായത്. കാരണം CPMകാരനാണെന്ന് പറയണ്ട, എന്ന് പറയുമ്പോഴത്തേക്ക് അടിയുള്ളൂ, പിന്നെയല്ല ബാക്കി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേ ഗുണ്ടകൾ, നേരത്തെ CPMന് വേണ്ടി കൂലിത്തല്ല് നടത്തിയിരുന്ന ആളുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാരായിട്ട് മാറുകയും CPMകാരെ അവർ തല്ലുകയും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ സമീപ ദിവസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിലെ പ്രമുഖ CPM നേതാവായ ഹനൻ മുള്ളയുടെ ആ ഒരു ബൈറ്റ് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കാണുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖൻ തപ്പിത്തടഞ്ഞാണ് ഇംഗ്ലീഷിൽ ഹനൻ മുള്ളയോട് ചോദിക്കുന്നു, ഈ ഭരണമാറ്റത്തെക്കുറിച്ച് എന്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ മമതാ ബാനർജി പോയത് ഏതായാലും നന്നായി, BJP വന്നാലും സമാധാനമുണ്ട്. BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, നമ്മളതിനെ എതിർക്കും, നമ്മളതിനെ തത്വശാസ്ത്രപരമായിട്ടും സൈദ്ധാന്തികമായിട്ടും എതിർക്കും, നമ്മളതിനെ തോൽപ്പിക്കും. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊന്നും വഴിക്കൂടൊക്കെ നിവൃത്തിയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു നല്ലവനായ ബംഗാളി എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ അവനെ പിടിച്ചെടുത്തിട്ട് വയ്ക്കും. താനെന്തിനാണോ ആ സഖാവിനോട് സംസാരിച്ചത്, തനിക്ക് വേറെ ആരും കിട്ടിയില്ല സംസാരിക്കാൻ എന്ന് ചോദിക്കുകയും അയാളെ തല്ലുകയും ചെയ്യും. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന പോലും ഒരു കുറ്റകൃത്യമായിട്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസ്സുകാരായ പോക്കറികൾ കരുതിയിരുന്നത്. ആ ഭരണം അവസാനിച്ചു. ഈ ഹനൻ മുള്ള എന്ന് പറഞ്ഞ ഇരുത്തം വന്ന ധീര സഖാവ് മമതാ ബാനർജിയെ കുറിച്ച് പറയുന്നത് വിച്ച് എന്ന് മറ്റുമൊക്കെയാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ച ദൃശ്യത്തെക്കുറിച്ച് പറയാം. അതിങ്ങനെയായിരുന്നു. പശ്ചിമ ബംഗാളിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഏതോ ഗ്രാമപ്രദേശത്ത് വോട്ട് പിടിക്കാൻ ചെല്ലും. ഇതിൽ കുപിതരായി സ്ഥലത്തെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഈ സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് തല്ലും. സ്ഥാനാർത്ഥിക്ക് പോലീസ് സംരക്ഷണമൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥി അടി കൊണ്ട് ഓടുന്ന കൂട്ടത്തിൽ പോലീസുകാർ ഓടുന്നു. അവർ ചെറുത്ത് നിൽക്കുകയല്ല, ഓടുകയാണ്. അപ്പോൾ ഇത് വച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ശ്രീ മാത്യു സാമുവൽ ഒരു വീഡിയോ ചേർന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല, തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റും, പക്ഷേ തല്ലി തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ്. കാരണം അത്ര വലിയ ഗുണ്ടകളാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ. അദ്ദേഹം പറയാതെ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് പണ്ട് CPMകാരായിരുന്ന ഗുണ്ടകളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരായിട്ട് മാറിയത്. അന്ന് തല്ലുകൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരാണ് പിൽക്കാലത്ത് CPMകാരാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സുകാരായിട്ട് മാറിയതെങ്കിൽ
അന്ന് ഇപ്പോൾ തല്ലുകൊണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പിൽക്കാലത്ത് തല്ലുകൊണ്ടുകൊണ്ടിരുന്ന സി പി എംകാരാണ് ബി ജെ പിക്കാരായിട്ട് മാറിയത്. ബി ജെ പിക്ക് യാതൊരു ബേസുള്ള സ്ഥലമല്ല പശ്ചിമ ബംഗാൾ. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ തല്ലുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ആളുകൾ ബി ജെ പി ആയിട്ട് മാറി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നമുക്കറിയാവുന്ന പോലെ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു. കുമാരി മമതാ ബാനർജി തന്നെ അവരുടെ വീടിരിക്കുന്ന ഭവാനിപ്പൂർ മണ്ഡലത്തിൽ തോറ്റു. അതിനുശേഷം അവർ രാജിവെക്കാൻ കൂട്ടാക്കിയില്ല, ഞാനാണ് ജയിച്ചതെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കിട്ടിയില്ല. തൃണമൂൽ കോൺഗ്രസിൽ തന്നെ പാളയത്തിൽ പടയായി. പല നേതാക്കന്മാരും പാർട്ടി വിട്ടുപോയി. മമതാ ബാനർജിയുടെ അധികാരപ്രമത്തതയും സ്വേച്ഛാധിപത്യത്തെയൊക്കെ അവർ വെല്ലുവിളിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാവൂദ് സാഹിബ് മീഡിയ മണി ചാനലിലിരുന്ന് പറഞ്ഞത് ജയിച്ച മമതാ ബാനർജിയേക്കാൾ അപകടകാരിയാണ് തോറ്റ മമതാ ബാനർജി. അവരൊരു വ്യാഘ്രമാണ്. അവരുടെ സ്ട്രീറ്റ് പവർ അതിഭയങ്കരമാണ്. ബി ജെ പിക്കാരും തൃണമൂൽ കോൺഗ്രസ്സുകാരും തമ്മിൽ ഇനി വൈകാതെ ഒരു സിവിൽ വാർ ഉണ്ടാകും. അതിനെ തുടർന്ന് ദാവൂദും അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പശ്ചിമ ബംഗാളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ അതിക്രമത്തിൽ കൂടി ബി ജെ പിയെ തോൽപ്പിച്ച് വീണ്ടും റൈറ്റേഴ്സ് ബംഗ്ലാവിൽ കയറി അധികാരം പിടിച്ചെടുക്കുന്ന കാഴ്ച ബംഗ്ലാദേശിലേക്ക് ഉണ്ടായ പോലെ ഇവിടെ ഒരു വലിയ ജനകീയ വിപ്ലവം ഉണ്ടാവും. മാത്രമല്ല ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. മമതാ ബാനർജി അത് പറഞ്ഞപ്പോൾ സി പി എംകാർ പുച്ഛിച്ചു. ഇത്ര നാൾ ഞങ്ങൾ ഓടിച്ചിട്ട് തല്ലിയ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്താൻ പോകുന്നു. തള്ളയെ വീട്ടിൽ പോയി സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളൊന്നും നിങ്ങളുടെ കൂടിയില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇത് കേട്ട് കുറച്ചൊന്ന് കോരിത്തരിച്ചെങ്കിൽ അധീർ രഞ്ജൻ ചൗധരി അടക്കം ഇതപര്യന്തം തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ തല്ലുകൊണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ നിങ്ങളുമായി സഖ്യത്തിനുമില്ല, കൂട്ടായ്മയ്ക്കുമില്ല, ഒന്നിനുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞു. ഈ ബി ജെ പിക്കാരാണെങ്കിൽ അതിലും വലിയ വീരന്മാരാണ്. അവരെന്തെന്നറിയും, വളരെ കാലമായിട്ട് പൂട്ടിക്കിടന്നിരുന്ന സി പി എമ്മിൻ്റെ ഓഫീസുകൾ തുറന്നു കൊടുത്തു. തൃണമൂൽ കോൺഗ്രസ്സുകാരെ ഇനി പേടിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്താം. കാരണം നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചവടമായിട്ട് മുന്നോട്ട് പോകാൻ കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ പണ്ടത്തേൻ്റെ 12ആയി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരെ എവിടെ കണ്ടാലും ബി ജെ പിക്കാരെ അടിക്കും, അടിയോടടിയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഒരു വഴിക്കായി എന്നുള്ള സത്യമെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് കുമാരി മമതാ ബാനർജിയുടെ അനന്തരവനായ വേറൊരു ബാനർജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിഷേക് ബാനർജി എന്ന ആൾ ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, സുമുഖനാണ്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ട ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട് സന്ദർശിക്കുന്ന ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവും ഹെൽമറ്റ് വച്ച് ജനങ്ങളെ സന്ദർശിക്കാൻ പോകുന്ന കാഴ്ച കണ്ടിട്ടില്ല. ഹെൽമറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുകളുടെ ഹെൽമറ്റല്ല, ക്രിക്കറ്റ് കളിക്കുന്ന അത് ഫാസ്റ്റ് ബൗളർമാരെ നേരിടുന്ന ബാറ്റ്സ്മാൻമാർ വയ്ക്കുന്ന ഹെൽമറ്റ് ഉണ്ടല്ലോ. ഈ സുനിൽ ഗാവസ്കറും മറ്റുമൊക്കെ ഇമ്രാൻഖാനെ പോലെ, വാസിം അക്രത്തെ പോലെ, അല്ലെങ്കിൽ ഡെന്നിസ് ലീലിയെ പോലെ, ജഫ് തോമസിനെ പോലെയുള്ള അതിവേഗത്തിൽ ബൗൾ ചെയ്യുന്ന, അതിവേഗത്തിലല്ല അത്യതിവേഗത്തിൽ, മാരകമായ വേഗത്തിൽ ബൗൾ ചെയ്യുന്ന ബൗളർമാരുടെ പന്ത് മുഖത്തങ്ങാൻ അടിച്ചാൽ മോശമായി മാറിപ്പോവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെക്കുന്ന പോലത്തെ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ശ്രീമാൻ അഭിഷേക് ബാനർജി ഈ പ്രവർത്തകൻ്റെ വീട് സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഏത് തരത്തിലുള്ള സ്വീകരണമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ദുര്യോഗം ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. ഹെൽമറ്റ് വെച്ച് ജനങ്ങളെ കാണാൻ പോകുന്ന ഒരു നേതാവിന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും. ഏതായാലും അഭിഷേക് ബാനർജി വേണ്ട മുൻകരുതലെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് തലയ്ക്ക് കാര്യമായി പരിക്ക് പറ്റിയില്ല. ഇദ്ദേഹം വന്നപ്പോൾ നല്ലവരായ നാട്ടുകാർ, അത് ബി ജെ പിക്കാരാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ സമീപകാലത്ത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കാലുമാറിയ ആളാണെന്ന് പറയുന്നുണ്ട്. രണ്ടായാലും അദ്ദേഹത്തിൻ്റെ സ്വീകരണം വളരെ വശ്യവും നയനാനന്ദകരവുമായിരുന്നു. ഈ ജനങ്ങൾ അദ്ദേഹത്തെ ചീമുട്ട എറിഞ്ഞ് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ മഞ്ഞ നിറമായി, കാരണം ഇയറിൻ്റെ ശക്തി കൊണ്ടാണ്. ചീമുട്ടയുള്ള സത്യത്തിൽ നല്ല മുട്ടയാണ്, അവർക്ക് അത് വെച്ച് ഓംലെറ്റ് ഉണ്ടായി കഴിച്ചാൽ മതിയായിരുന്നു. ഇയാൾ എറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഏതായാലും മുട്ട കൊണ്ട് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ഒരു സ്റ്റേജിൽ ഈ സുരക്ഷാ ഭടന്മാരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കുരിച്ച് നിർത്തി ഇടിക്കുന്നത് കാണാൻ സാധിച്ചു. പുള്ളിയുടെ ഷർട്ടും കീറിയിട്ടുണ്ട്, പുതിയ ഷർട്ടാണ്, പക്ഷേ അത് വലിച്ച് കീറി. അപ്പോൾ ഇങ്ങനൊരു ആൾക്കൂട്ട ആക്രമണം ശ്രീമാൻ അഭിഷേക് ബാനർജിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്ത്, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻറ്റ്, നമ്മുടെ അന്നത്തെ ദേശീയ പ്രസിഡൻറ്റ് ജെ പി നഡ്ഡ കാൽക്കട്ടയിൽ വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഏതാണ്ട് ഇതുപോലത്തെ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പൂച്ചണ്ട് കൊടുത്തല്ല, സ്വീകരിച്ച് ഇതുപോലെ മുട്ട എറിഞ്ഞിട്ട് പറ്റുകയായിരുന്നു. അപ്പോൾ അതേ സ്വീകരണം തന്നെ ഇപ്പോൾ അഭിഷേക് ബാനർജിക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അഭിഷേക് ബാനർജിയേക്കാളും ശക്തനായ ഒരു നേതാവ് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു
തൻ്റെ ഇടമുള്ള നേതാവ് എന്ന് പറയുന്നത് കല്യാൺ ബാനർജിയാണ്. അദ്ദേഹത്തിനും ഏതാണ്ട് ഇതേ രീതിയിലുള്ള സ്വീകരണം തന്നെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട്. ഇനി മമതാ ബാനർജിക്ക് എന്താണ് കിട്ടുന്നത് നമുക്കറിയില്ല. അപ്പോൾ ദാവൂദ് സാഹിബ് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നു. ഒന്നാമത് ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ അഭിഷേക് ബാനർജിക്കും കല്യാൺ ബാനർജിക്കും ഒരു പക്ഷേ മമതാ ബാനർജിക്ക് തന്നെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്ട്രീറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ കുത്തകയല്ല. ഈ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയില്ലേ, മാർക്സിസ്റ്റുകാർ അളന്ന പോലെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാർക്ക് അളന്നത്. തൃണമൂൽ കോൺഗ്രസ്സുകാർ അളന്ന അതേ രീതിയിൽ, അതേ പറ കൊണ്ട്, അതേ നാഴി കൊണ്ട്, അതേ ഇടംകഴി കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിക്കാർ വളക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വഴിയിൽ നടക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർക്ക്, വെറും പ്രവർത്തകർക്കല്ല, ചെറുകിട നേതാക്കന്മാർക്കല്ല, പരമോന്നത നേതാക്കന്മാർക്ക് തന്നെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ പോക്ക്.